ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 സർക്കിൾസിലെ കൺസ്ട്രക്ഷൻസ് എന്നുള്ള ഭാഗമാണ്. അതിന് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെയാണ്. ഒരു സർക്കിളിലെ ഒരു ആർക്ക്, ഇവിടെ എ ബി ഈസ് എൻ ആർക്കാണ്. എ ഒ ബി ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് ആർക്ക് ആൻഡ് ആംഗിൾ എ പി ബി ഈസ് ദ ആംഗിൾ മെയ്ഡ് ദിസ് ആർക്ക് ഓൺ ഇസ് ഓൾട്ടർനേറ്റ് ആർക്ക്. ഈ ആംഗിൾസിന്റെ കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ആംഗിളിന്റെ മെഷർ എക്സ് ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ മെഷർ 2x ആയിരിക്കും. അതായത് ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ വരിക. ഇനി സെക്കൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സെയിം ഫിഗർ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ഒരു ആംഗിളും കൂടെ അടിയിലോട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ഓൾട്ടർനേറ്റ് ആക്സിലുള്ള ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ആ ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ആംഗിളിന്റെ മെഷർ എക്സ് ആണെങ്കിൽ ഈ ആംഗിളിന്റെ മെഷർ 180 മൈനസ് എക്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു 2x ആണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മൊത്തം ഇവിടെ സർക്കിളിന്റെ സെന്ററിൽ 360 ഡിഗ്രിയാണ് വരിക. അപ്പൊ 2x കഴിച്ച് ബാലൻസ് വരുന്ന റിമൈനിങ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും ഈ ഭാഗത്തെ സെൻട്രൽ ആംഗിൾ വരിക. അതായത് 360 മൈനസ് 2x. ഈ 360 മൈനസ് 2xന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്ന ഈ ആംഗിളിന്റെ മെഷർ ഉണ്ടാവുക. അതായത് 180 മൈനസ് എക്സ്. 360 മൈനസ് 2xന്റെ ഹാഫ് ആണ് 180 മൈനസ് എക്സ്. അതേപോലെ 2xന്റെ ഹാഫ് ആണ് എക്സ്. ഈ രണ്ട് കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 150 ഡിഗ്രി വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ 150 ഡിഗ്രി മെഷറുള്ള ഒരു ആംഗിൾ നമുക്ക് ഡ്രോ ചെയ്യണം. ഇത് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള റേഡിയസിൽ നിങ്ങളൊരു സർക്കിൾ ഡ്രോ ചെയ്യുക. ഡ്രോ ചെയ്തതിന് ശേഷം ഈ സർക്കിളിന്റെ ഒരു റേഡിയസ് ഡ്രോ ചെയ്യുക. ഈ റേഡിയസ് ഡ്രോ ചെയ്തിട്ട് ആ റേഡിയസിന്റെ അതേ മെഷർ തന്നെയാണ് നിങ്ങൾ കോമ്പസിൽ എടുക്കേണ്ടത്. നേരത്തെ ഡ്രോ ചെയ്തപ്പോൾ എടുത്തത് തന്നെയാണ്. ആ മെഷർ എടുത്തിട്ട് ഈ റേഡിയസ് എവിടെയാണോ നിങ്ങൾ ഡ്രോ ചെയ്തത് ആ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഈ സെക്കൻഡ് പോയിന്റിലേക്കും ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ ആംഗിളിന്റെ മെഷറും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ 60 ഡിഗ്രിയുള്ള മെഷർ നമുക്കിവിടെ കിട്ടി. 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഏത് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് എവിടെ പോയിന്റ് മാർക്ക് ചെയ്താലും നമുക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിളിന്റെ മെഷർ എത്രയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് എത്ര വരിക? ഇവിടെ 60 ആണെങ്കിൽ ആ 60യുടെ കറക്റ്റ് ഹാഫ് ആയിരിക്കും ഇവിടെ വരിക. അതായത് 30 ഡിഗ്രിയാണ് വരിക. ഇവിടെ 30 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ആ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും? എത്ര ഡിഗ്രിയാ കിട്ടുക? ഈ ആംഗിൾസ് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 150 ഡിഗ്രിയാണ് കിട്ടുക. 150 ഡിഗ്രി എങ്ങനെ കിട്ടിയത്? ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ നമുക്ക് 150 ഡിഗ്രി വരുന്ന ആംഗിൾ ഡ്രോ ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 22.5 ഡിഗ്രി ഓൺ ദ സർക്കിൾ. 22.5 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ നമുക്ക് ഡ്രോ ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പോലെ തന്നെ ഇഷ്ടമുള്ള റേഡിയസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ ഡ്രോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ സർക്കിളിന്റെ ഒരു റേഡിയസ് ഡ്രോ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ട ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് 22.5 ഡിഗ്രി ആണ്.
22½ ഡിഗ്രി ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ മതി. നമുക്ക് സെൻട്രൽ ആംഗിൾ ഡ്രോ ചെയ്യാൻ നമുക്കറിയാം ഈ ആംഗിളിന്റെ ഡബിൾ എടുത്താൽ മതി. അതായത് 22½ ഡിഗ്രിയുടെ ഡബിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ 45 ഡിഗ്രി എടുത്തിട്ട് ആണ് നമ്മളിവിടെ സെൻട്രൽ ആംഗിൾ ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്റ്റിൽ എത്ര മാർക്ക് ചെയ്യണം? 45 ഡിഗ്രി മാർക്ക് ചെയ്യാം. 0 ഇങ്ങനെ 45 പറയുമ്പോൾ ഇവിടെ വരും. ഇത് വെച്ചിട്ട് നമ്മൾ ഈ 45 ഡിഗ്രിയുടെ ആംഗിൾ മാർക്ക് ചെയ്യാം. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ആംഗിളിന്റെ മെഷർ 45 ഡിഗ്രി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 22½ ഡിഗ്രി വരയ്ക്കാൻ എളുപ്പമല്ലേ? ഇതിന്റെ ഈ എൻഡ് പോയിന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും? 22½ ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്താ വരിക? 22½ ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണോ ആംഗിൾ ഡ്രോ ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ ആ ആംഗിളിന്റെ ഡബിൾ എടുത്തിട്ടാണ് നമ്മൾ ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഹൗ ടു ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് സ്പെസിഫൈഡ് ആംഗിൾസ് ആൻഡ് സർക്കം റേഡിയസ്. നമുക്കൊരു സർക്കിൾ ഡ്രോ ചെയ്യാനുള്ള സർക്കം റേഡിയസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്തിട്ട് ആ ട്രയാങ്കിളിന്റെ അതായത് ഇങ്ങനെ നമ്മളൊരു ട്രയാങ്കിൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിലൂടെയും പാസ് ചെയ്തു പോകുന്ന സർക്കിളിനെയാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? സർക്കം സർക്കിൾ എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പൊ സർക്കം സർക്കിൾ ഡ്രോ ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ സർക്കം സർക്കിൾ ഡ്രോ ചെയ്യാനല്ല, സർക്കം റേഡിയസ് തന്നിട്ട് എങ്ങനെയാണ് നമ്മളൊരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി ആൻഡ് ഓഫ് സർക്കം റേഡിയസ് 2.5 സെന്റിമീറ്റർ. 2.5 സെന്റിമീറ്റർ സർക്കം റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഡ്രോ ചെയ്യണം. അപ്പൊ കോമ്പസിൽ 2.5 സെന്റിമീറ്റർ എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ആ സർക്കിൾ ഡ്രോ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ റേഡിയസ് ഡ്രോ ചെയ്ത് വെക്കുക. റേഡിയസ് ഡ്രോ ചെയ്യുമ്പോൾ ഇനി ഇവിടെ എ എന്ന് കൊടുക്കുക. നമ്മുടെ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാൻ പോകുന്നതിന്റെ ഫസ്റ്റ് വെർട്ടെക്സ് ആണ് ഈ എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡ്രോ ചെയ്യാനുള്ള ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഒന്ന് നോക്കുക. 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ ഇത് ഫിഗർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻട്രൽ ആംഗിൾസ് ആണ് ആവശ്യം. സെൻട്രൽ ആംഗിൾസ് എങ്ങനെ കണ്ടെത്തുക? 30 ഡിഗ്രിയുടെ ഡബിൾ 30 ഡിഗ്രി × 2 = 60 ഡിഗ്രി ആണ് ഒരു സെൻട്രൽ ആംഗിൾ വരിക. സെക്കൻഡ് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ 70 × 2 140 ഡിഗ്രി. തേർഡ് 80 ഡിഗ്രി × 2 160 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും നല്ലത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ കിട്ടിയിട്ടുള്ള സെൻട്രൽ ആംഗിളിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ ഏതാണെന്ന് നോക്കുക. അത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ റേഡിയസ് ഡ്രോ ചെയ്തതിന് ശേഷം പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി എടുക്കുക, അത് മാർക്ക് ചെയ്യുക. ആ ആംഗിൾ ഡ്രോ ചെയ്യുക. ആ ആംഗിൾ ഡ്രോ ചെയ്യുമ്പോൾ ഇവിടെ 60 ഡിഗ്രി കിട്ടി. ഇനി ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ ട്രയാങ്കിൾ ABC ആണെങ്കിൽ ട്രയാങ്കിളിന്റെ നമുക്ക് 2 വെർട്ടിസസ് ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് അടുത്ത സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. അത് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളിവിടെ 60 ഡിഗ്രി മെഷർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊട്രാക്ടർ വെക്കുക. 0 ഡിഗ്രി മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 140 ഡിഗ്രിയാണ് വേണ്ടത്. 0 ഡിഗ്രി മുതൽ 140 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു പോർഷനിലേക്കാണ് വരിക അല്ലെ? ഈ ഒരു പോർഷനിലാണ് 140 ഡിഗ്രി ഉള്ളത്. ആ 140 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സെൻട്രൽ ആംഗിൾ ആണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതുവരെ ഡ്രോ ചെയ്താൽ മതി കേട്ടോ, പുറത്തേക്കൊന്നും വേണ്ട. ഇതുവരെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 140 ഡിഗ്രി കിട്ടി. ഇത് സി എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്.
അപ്പോൾ ഇനി റിമൈനിങ് വരുന്ന ഈ സെൻട്രൽ ആംഗിൾ എത്രയും നമുക്ക് മെഷർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. റിമൈനിങ് ആയിട്ട് വരുന്ന സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യുക. എയും ബിയും കൂടെ ജോയിൻ ചെയ്യുക. അതേപോലെ എയും സിയും കൂടെ ജോയിൻ ചെയ്യുക. ബിയും സിയും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്താണ്? 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി അല്ലേ? അതന്നെയല്ലേ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ 60 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും വരിക? 30 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ ഉള്ളത് 160 ഡിഗ്രിയാണ് ഈ സെൻട്രൽ ആംഗിൾ ഉള്ളത്. ഈ 160യുടെ കറക്റ്റ് ഹാഫ് എത്ര വരിക? 80 ഡിഗ്രിയാണ്. അതാണ് ഈ പോർഷനിൽ വരിക. ഇനി ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണ്? 140 ഡിഗ്രിയാണ്. അതിന്റെ ഹാഫ് എത്രയാണ്? 70 ഡിഗ്രിയാണ് ഈ ആംഗിൾ വരിക. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് തന്നിരിക്കുന്ന ആംഗിൾസിന്റെ ഡബിൾ എടുത്തിട്ടാണ്, അതായത് സെൻട്രൽ ആംഗിൾസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതേപോലെ ചെയ്തു നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 32.5 ഡിഗ്രി ആൻഡ് 37.5 ഡിഗ്രി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ 2 ആംഗിളിന്റെ മെഷേഴ്സേ തന്നിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് മെഷറും കൂടെ കണ്ടുപിടിക്കാം. തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ ടോട്ടൽ 3 ആംഗിൾസിന്റെ സം ഒരു ട്രയാങ്കിളിന്റെ 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രിന്ന് 32.5 ഡിഗ്രി പ്ലസ് 37.5 ഡിഗ്രി ആഡ് ചെയ്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 110 ആണ്. അതായിരിക്കും അതിന്റെ തേർഡ് ആംഗിൾ കിട്ടുക. അതിനുശേഷം നമ്മൾ സെൻട്രൽ ആംഗിൾസ് ഒന്ന് കണ്ടുവെക്കുക. ആദ്യത്തെ ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 32.5 ഡിഗ്രിയാണ്. 32.5 ഡിഗ്രി ഇൻറ്റു 2 65 ഡിഗ്രി കിട്ടും. സെക്കൻഡ് ആംഗിൾ 37.5 ഡിഗ്രിയാണ്. അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. തേർഡ് ആംഗിൾ 110 ഡിഗ്രിയാണ്. അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 220 ഡിഗ്രിയാണ്. അപ്പൊ ഇതാണ് നമുക്ക് സെൻട്രൽ ആംഗിൾസ് വരുന്നത്. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന സർക്കം റേഡിയസ് എന്ന് പറയുന്നത്, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 3 സെന്റിമീറ്റർ റേഡിയസിൽ ആദ്യം ഒരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണ്. അപ്പൊ കോമ്പസിൽ ആദ്യം 3 സെന്റിമീറ്റർ എടുക്കുക. 3 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുക. സർക്കിൾ ഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രോ ചെയ്ത പോലെ ഫസ്റ്റ് ഒരു റേഡിയസ് ഡ്രോ ചെയ്ത് വെക്കുക. ഈ റേഡിയസ് ഡ്രോ ചെയ്തതിന് ശേഷം ഇവിടെ എ എന്നുള്ള വെർട്ടെക്സ് കൊടുക്കുക. ഫസ്റ്റ് തന്നെ അത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏതൊക്കെ തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നിങ്ങൾ എ എന്നിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ ഉള്ള സെൻട്രൽ ആംഗിൾസിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 സെൻട്രൽ ആംഗിൾസ് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഉള്ളത് ഫസ്റ്റ് സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രിയാണ് അല്ലെ. 65 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യുക. 0 ഡിഗ്രി മുതൽ 65 ഡിഗ്രി എടുക്കുക. ആ ആംഗിൾ നമ്മൾ ഡ്രോ ചെയ്ത് വെക്കുക. ഇവിടെ 65 ഡിഗ്രിയാണ്. ഇവിടെ ബി എന്നുള്ള വെർട്ടെക്സ് മാർക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് സെൻട്രൽ ആംഗിൾ ഈസ് 75 ഡിഗ്രി. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ പ്രൊട്രാക്ടർ ഇതേപോലെ വെക്കുക. ഈ 75 ഡിഗ്രി 0 മുതൽ 70 ഇവിടെ ഉണ്ട് 75 പോയിന്റ് എടുക്കുക. ആംഗിൾ ഡ്രോ ചെയ്യുക. ഈ ലൈൻ ഡ്രോ ചെയ്യുക. അവിടെ സി എന്നുള്ള വെർട്ടെക്സ് കൊടുക്കുക. ഇനി നമുക്ക് ഡ്രോ ചെയ്യാനില്ല, ഇനി ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 75 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്ന ഈ ഒരു പോർഷൻ എത്രയായിരിക്കും? 220 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് 3 വെർട്ടിസസ് കിട്ടിയിട്ടുണ്ട്, എ ബി സി. ഈ 3 വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുക നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യുക.
ബിയും സിയും കൂടെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എയും സിയും കൂടെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ നോക്കുക, ഇവിടെ 75 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതാ ഈ 75 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഹാഫ് വരുന്ന ആംഗിൾ ഏതായിരിക്കും? ഈ ആംഗിളാണ് വരിക. ഈ ആംഗിൾ എത്രയാണ്? 37.5 ഡിഗ്രി. ഓക്കെ, അപ്പം 75ന്റെ ഹാഫ് 37.5 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നോക്കുക, 65 ഡിഗ്രിയാണ്. 65 ഡിഗ്രി വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആർക്കാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ആംഗിൾ മെഷർ നമ്മൾ, ഇത് സെൻട്രൽ ആംഗിൾ ആണ്, അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ആംഗിളിന്റെ മെഷർ എത്രയാണ്? 32.5 ഡിഗ്രിയാണ്. ഇനി തേർഡ് ആംഗിൾ ഏതാ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാലോ. ഇതാണ് അതിന്റെ തേർഡ് ആംഗിൾ വരിക, ട്രയാംഗിൾ ABCയുടെ. ഈ ആംഗിൾ എത്രയാണോ അതിന്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കും ഇവിടെ വരിക, 110 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ട്രയാംഗിൾ ABC എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ്. ഇതാണ് നമ്മളോട് ഡ്രോ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ട്രയാംഗിൾ. ഇതൊരു ഒബ്റ്റ്യൂസ് ട്രയാംഗിൾ ആണ്. ഒരു ആംഗിളിന്റെ മെഷർ എബവ് 90 ഡിഗ്രി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രയാംഗിൾ ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ പഠിച്ച കൺസെപ്റ്റില് ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം റീസൺ വെച്ചിട്ടുള്ള തന്നെ. ഇത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെ ഡ്രോ ചെയ്യാം ആംഗിൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോഴും ഈ ആംഗിളും തമ്മിലുള്ള കണക്ഷൻ ഇത് x ആണെങ്കിൽ ഇതെന്താണ്? 2x ആണ്. അതേപോലുള്ളൊരു ഫിഗർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുള്ള ട്രയാംഗിൾ ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 53-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഈസ്, in each problem below, draw a circle and a chord to divide it into 2 parts such that the parts are as specified. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, all angles on one part 80 degree. നമ്മൾ സർക്കിളിനെ 2 പാർട്സ് ആക്കാൻ പഠിച്ചിട്ടുണ്ട്. ഒരു സെയിം പാർട്സിൽ വരുന്ന, അതായത് സെഗ്മെന്റ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ഇത് 2 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെഗ്മെന്റ് ആണ്, ഇവിടെ ഒരു സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ വരുന്ന എല്ലാ ആംഗിളിന്റെ മെഷറും ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 80 ഡിഗ്രി ആണെന്നാണ് നമുക്ക് ഡ്രോ ചെയ്യാനുള്ളത്. അപ്പൊ ഈ ആംഗിൾ ഡ്രോ ചെയ്യാൻ കുറെ ആംഗിൾസ് ഒന്നും ഡ്രോ ചെയ്യേണ്ട, ഒരു ആംഗിൾ ഡ്രോ ചെയ്താൽ മതി. അത് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫിഗർ വരച്ചു വെച്ചു. ഈ ഫിഗർ വരച്ചിട്ട് ഇങ്ങനെ ഒരു പാർട്ടിൽ 80 ഡിഗ്രി മാർക്ക് ചെയ്തു. ഈ 80 ഡിഗ്രി ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 80 ഡിഗ്രി അല്ല നമ്മൾ എടുക്കേണ്ടത്, ഇതിന്റെ ഡബിൾ എടുക്കണം. ഇതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ആ സെൻട്രൽ ആംഗിൾ 80യുടെ ഡബിൾ എടുക്കുമ്പോൾ ഇവിടെ 160 ഡിഗ്രിയാണ് വരിക. അപ്പൊ സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രി എടുത്തിട്ടുള്ള, അതായത് 2 × 80 ആണ് നമുക്ക് 160 ഡിഗ്രി കിട്ടിയത്. ഈ 160 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുത്തിട്ടാണ് നമ്മളിവിടെ ഫിഗർ ഡ്രോ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള റേഡിയസിൽ നിങ്ങളൊരു സർക്കിൾ ഡ്രോ ചെയ്യുക. സർക്കിൾ ഡ്രോ ചെയ്തതിന് ശേഷം ഒരു റേഡിയസ് ഡ്രോ ചെയ്യുക. റേഡിയസ് ഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വേണ്ട സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 160 ഡിഗ്രി ആണ്. ആ 160 ഡിഗ്രി എടുക്കുക, പ്രൊട്രാക്ടറിൽ എടുക്കുക. 160 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. ആ ആംഗിള് ഡ്രോ ചെയ്ത് ജോയിൻ ചെയ്യുക. ഇതുവരെ മതി. ഈ ആംഗിളാണ് 160 ഡിഗ്രി വരിക. ഇവിടെ വേണമെങ്കിൽ നെയിമൊക്കെ കൊടുക്കാം. ഇവിടെ A എന്നോ ഇവിടെ B എന്നോ കൊടുക്കാം. അങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിന്റെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടി. ഇനി ഇതിന്റെ ഈ ഒരു പോർഷനിലേക്ക്, ഈ ഒരു ഭാഗത്തേക്ക് ഏത് പോയിന്റിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ആംഗിൾ ഡ്രോ ചെയ്യാം. അപ്പൊ ആ ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ 160 വന്നാൽ ഇവിടെ 80 ഡിഗ്രി. അപ്പൊ ഈ പാർട്സിൽ നമ്മൾ എത്ര ആംഗിൾസ് ഡ്രോ ചെയ്താലും ആ ആംഗിളിന്റെ ഒക്കെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ,
ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 110 ഡിഗ്രി. 110 ഡിഗ്രിയാണ് ഒരു പാർട്ടിലുള്ള ആംഗിള്. അപ്പോൾ നമുക്ക് 110 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ 220 വരും. അപ്പോൾ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ഈ ആംഗിൾ എത്രയും നമുക്കറിയാം. ഇവിടെ 110 വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? 70 ഡിഗ്രിയാണ് വരിക. ഈ 70 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 140 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡ്രോ ചെയ്താൽ മതി. അപ്പോൾ ഇഷ്ടമുള്ള റേഡിയസിൽ നിങ്ങളൊരു സർക്കിൾ ഡ്രോ ചെയ്യുക. അതിനുശേഷം റേഡിയസ് ഡ്രോ ചെയ്യുക. ഇനി സെൻട്രൽ ആംഗിൾ മെഷർ ചെയ്യേണ്ടത് നമുക്ക് 140 എടുത്ത് മെഷർ ചെയ്താൽ മതി. സെൻട്രൽ ആംഗിൾ 140 എടുക്കുക. ഇവിടെയായിട്ട് വരും. ഈ ആംഗിൾ 140 ഡിഗ്രി കിട്ടി. ഈ ആംഗിൾ 140 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ വരുന്ന ആംഗിൾ എത്രയും നിങ്ങൾക്കറിയാം. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രിയാണ് വരിക. നമുക്ക് വേണ്ടത് 110 ആണ് വൺ പാർട്ടിൽ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 70 ഡിഗ്രി വേണമെങ്കിൽ ഇങ്ങോട്ട് ഡ്രോ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഡ്രോ ചെയ്യാം. അതല്ലെങ്കിൽ 110 ആണ് നമുക്ക് വേണ്ടത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഡ്രോ ചെയ്യാം. ഇവിടെ ആദ്യം 70 ഡ്രോ ചെയ്ത് വെക്കാം. ഇവിടെ 70 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 110 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 110 ഡിഗ്രി വരും. ഇവിടെ എത്ര ആംഗിൾസ് ഡ്രോ ചെയ്താലും നമുക്ക് എത്ര ഡിഗ്രി തന്നെയാണ് വരിക? 110 ഡിഗ്രി തന്നെയാണ് വരിക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഓൾ ആംഗിൾസ് ഓഫ് വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദ അതർ. ഒരു പാർട്ടിലുള്ള ആംഗിൾസ് മറ്റേ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പാർട്ടിലെ ആംഗിൾ എക്സ് ആയിട്ട് എടുത്തു. ഈ പാർട്ടിലുള്ള ആംഗിൾ എക്സ് ആയിട്ട് എടുത്തപ്പോൾ ഇവിടെ x/2 വന്നു. അങ്ങനെ എടുക്കാം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഈ രണ്ട് ആംഗിൾസിന്റെ, ഈ 2 ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ് വരിക. നമുക്ക് അറിയാം. നമുക്ക് ആദ്യം ആ ആംഗിളിന്റെ മെഷേഴ്സ് ഒന്ന് കണ്ടെത്താം. അപ്പൊ x/2 ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രിയാണ്. കാരണം ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ എക്സും x/2 കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2x + x, ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ഇൻഡു ചെയ്യുമ്പോൾ 2x പ്ലസ് ഇങ്ങോട്ട് ഇൻഡു ചെയ്യുമ്പോൾ x ബൈ 1 × 2 = 180 ഡിഗ്രി. 2x + x എന്ന് പറയുമ്പോൾ 3x/2 = 180 ഡിഗ്രി ബൈ 1 ഇടുക. വീണ്ടും ക്രോസ് ചെയ്യുമ്പോൾ 3x = 2 × 180 ഡിഗ്രി, ദാറ്റ് ഈസ് 2x = 360, x = 360/3 ചെയ്യുമ്പോൾ 120 ഡിഗ്രി കിട്ടും. അതായത് ഈ ആംഗിളിന്റെ മെഷർ 120 ഡിഗ്രിയാണ് കിട്ടുക. ഇവിടെ ഈ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 120 കിട്ടിയത്. ഇവിടെ 120 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഇവിടെ വരിക. അപ്പൊ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ 60 ഡിഗ്രിയാണ് വരിക. ഇവിടെ 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും ഈ സെൻട്രൽ ആംഗിൾ വരിക. അപ്പോൾ സെൻട്രൽ ആംഗിൾ എടുത്തിട്ടല്ലേ നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുക. റേഡിയസ് ഡ്രോ ചെയ്യുക. സെൻട്രൽ ആംഗിളിന്റെ മെഷർ നമുക്ക് വേണ്ടത് 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി എടുക്കുക. 120 ഡിഗ്രി ഇവിടെ വരും. ഇവിടെ 120 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇവിടെ 120 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് പോയിന്റ്സിലേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ വരുന്ന ഈ ആംഗിളിന്റെ മെഷർ 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വരുന്ന ഈ ഭാഗത്ത് വരുന്ന ആംഗിളിന്റെ മെഷർ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രി എങ്ങനെയാണ് കിട്ടിയത്? 120 ഡിഗ്രി എന്ന് പറയുന്നത് അതിന്റെ ഇവിടുത്തെ ഈ ആംഗിളിന്റെ ഹാഫാണ് ഇവിടെ വരിക, അല്ലെങ്കിൽ ഈ ആംഗിളിന്റെ ഡബിൾ ആണ് ഇവിടെ വരിക. അങ്ങനെ എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ 60 വന്നു, ഇവിടെ
120 ഡിഗ്രി വന്നു. അപ്പം അങ്ങനെയാണ് ഇത് ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1.5 ടൈംസ് ദ ആംഗിൾസ് ഓൺ ദ അതർ. ഒരു ആംഗിളിലുള്ള ഒരു പാർട്ട് ഇപ്പം എക്സ് ആണെങ്കിൽ അതിൻ്റെ 1.5 ആണ് മറ്റേ അതിൻ്റെ നെക്സ്റ്റ് ഇപ്പുറത്ത് വരുന്ന ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു ആംഗിൾ എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ 1.5 എക്സ് ആയിട്ടാണ് കിട്ടുക. 1.5 എന്ന് പറയുമ്പോൾ അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 180 ഡിഗ്രി ആണ് അല്ലേ? 180 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇത് 1.5 മാറ്റുക. അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ മാറ്റുമ്പോൾ നമുക്ക് 3x/2 എന്ന് കിട്ടും. ഈക്വൽ ടു 180. x/1 ഇടുക. നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2x + 3x ഈക്വൽ ടു 180. ഇവിടെ /2 ഉണ്ട്. 2x + 3x എന്ന് പറയുന്നത് 5x ആണ്. 5x/2 ഈക്വൽ ടു 180 ഡിഗ്രി. 5x ഈക്വൽ ടു 180 × 2. x ഈക്വൽ ടു 180 × 2 എന്ന് പറയുമ്പോൾ 360/5 വരും. 360/5 എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ് കിട്ടുക. അതായത് ഈ ആംഗിളിന്റെ മെഷർ 72 ഡിഗ്രി കിട്ടും. ഇത് 72 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിളിന്റെ മെഷർ എത്ര നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും? 108 ഡിഗ്രിയാണ് വരിക. ഇവിടുത്തെ ആംഗിളിന്റെ മെഷർ 108 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇവിടെ 72 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 144 ഡിഗ്രി. ഈ ആംഗിൾ 72 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 140 ഡിഗ്രി വരും അല്ലേ? ഇവിടെ 72 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 108 ഡിഗ്രിയാണ് വരിക. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. സർക്കിൾ ഡ്രോ ചെയ്യുക. റേഡിയസ് മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടറിൽ 144 ഡിഗ്രി മാർക്ക് ചെയ്യുക. 100, 20, 140 കഴിഞ്ഞാൽ 4 എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ആംഗിളിൻ്റെ മെഷർ 144 ഡിഗ്രിയാണ്. ഇനി ഈ ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് 72 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ഒരു പോർഷനിലേക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് 108 ഡിഗ്രി.